നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഇവിടെ പഴങ്കഞ്ഞി ഉണ്ടെന്നാണോ പറഞ്ഞേ? അതെ അഖിലേ, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ആ അത് ശരി, പഴങ്കഞ്ഞി വെച്ചിട്ടാണോ പുട്ടുണ്ടാക്കി തരാൻ തുടങ്ങിയത്? എന്റെ ശ്യാമേ, നിനക്കറിയില്ലേ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പഴങ്കഞ്ഞിയാണെന്ന്? ശ്യാമേ, ചെന്ന് പഴങ്കഞ്ഞി കൊണ്ടുവന്നേ. കൊണ്ടുവാ ശ്യാമേ, ചെന്ന് എടുത്തോണ്ട് വാ ശ്യാമേ. കേട്ടോമേ, അവിടെ വീട്ടില് പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ കാലത്തായാലും ഉച്ചയ്ക്കായാലും എന്തിന് രാത്രി ആയാലും ഞാൻ പഴങ്കഞ്ഞിയെ കഴിക്കൂ. ഞാൻ പഴങ്കഞ്ഞി കഴിക്കുന്നതേ ശ്യാമയ്ക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ചെന്ന് എടുത്ത് കഴിക്കും. പഴങ്കഞ്ഞി അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നതും ഒരു രസ. ഒന്ന് മാറൂ. ആ എനിക്ക് മനസ്സിലായി, ശ്യാമയ്ക്കും അമ്മയ്ക്കും വിഷമം വരാതിരിക്കാനുള്ള അടവല്ലേ? ഈടത്ത് ഇപ്പൊ കണ്ടോ, അടവാണോ ആത്മാർത്ഥമായിട്ടാണോന്ന്? ആ പഴങ്കഞ്ഞി കഴിക്കുന്നത് എപ്പോഴും ഞാനായിട്ട് വിളമ്പിട്ടാ. ശ്യാമയ്ക്ക് മടിയാ. ഇങ്ങതാ തന്നെ, എടുക്കെടുക്കെടു. അച്ചാറുണ്ടോ? കുറച്ച് ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. അല്ല അഖിലേ, അഖിലിന് സത്യമായിട്ട് ഇഷ്ടാണോ പഴങ്കഞ്ഞി? എടുത്ത് കണ്ടോ? ആ കൊണ്ടുവാ കൊണ്ടുവാ. ആ പഴങ്കഞ്ഞി കഴിക്കുന്ന വിധം ഞാൻ കാണിച്ചുതരാം. ആദ്യം പഴങ്കഞ്ഞി ഒന്ന് റെഡിയാക്കണം. ഇങ്ങനെ ഞെരടി ഞെരടി ഇങ്ങനെ കണ്ടില്ലേ? എന്നിട്ട് മുളകിങ്ങനെ എടുത്തിട്ട് ഇനി കുറച്ച് തൈര് കൂടി ഒഴിക്കണം. പിന്നെ കുറച്ച് അച്ചാർ കൂടി മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കിനി കുടിക്കാം. സൂപ്പർ. സത്യം പറ, ഏടത്തേക്കൊന്ന് കഴിക്കാൻ തോന്നില്ലേ? കൊതി വരുന്നില്ലേ? ചമേ വാ വാ, കുടിക്ക കുടിക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. ആ ഇനി ആരും ചോദിക്കരുത്, തരാനില്ല. അമ്മേ, അടുക്കളയിൽ ഇനി പഴങ്കഞ്ഞി ഉണ്ടോ? അമ്മേ, ഉണ്ടെങ്കിൽ വെച്ചേക്കണേ, എനിക്ക് വന്നിട്ട് കഴിക്കാനാ. ദുഷ്ടൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചില നിമിത്തങ്ങള് കാണുമ്പോഴേ എനിക്കറിയാം ജോലി കിട്ടിയില്ല. നിരാശപ്പെടണ്ട. അല്ല സർ, ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്ന് വെച്ചാ? ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്ന് വെച്ചാ
ആഗ്രഹിച്ചതിന് മുകളിലാണ് സംഭവിച്ചത്. ജോലി കിട്ടിയെന്നോ? പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാലറിയില് എനിക്ക് നിയമനം കിട്ടി. കൃഷ്ണ, അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഈശ്വരാ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ദേ, മധുരം കഴിക്കെല്ലാരും. എഴുതി ഏടത്ത് തന്നെ ആദ്യം കഴിച്ചോളൂ. അല്ല, വേണ്ട, വേണ്ടായിരുന്നു. നാണിക്കണ്ട എഴുതി, എടുത്തോ. ദമേ. അച്ഛാ. സത്യം പറഞ്ഞ മോനെ, ഇപ്പോഴാ അച്ഛൻ്റെ ഉള്ളം തണുത്തത്. യൂറോപ്പിലും കമ്പനിക്ക് ബ്രാഞ്ച് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഓപ്റ്റ് ചെയ്യാം. അത് വേണ്ട സർ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിന്നാ മതി. എടുത്തി, എന്തായി? എന്ത് പറയുന്നു? ദാ ഒന്ന് വായിച്ചു നോക്കൂ. ശ്യാമേ, അങ്ങനെ നീ അങ്ങ് അഹങ്കരിക്കണ്ട. ഞാൻ സാധാരണ അങ്ങനെ അഹങ്കരിക്കുന്ന ആളല്ലെന്ന് എഴുത്തിക്കും അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നിപ്പോ എനിക്ക് ചെറിയൊരു അഹങ്കാരം തോന്നുന്നുണ്ട്. അഖിൽ സാറിന് ജോലി കിട്ടില്ലെന്ന് പുച്ഛിച്ച് സംസാരിച്ച എഴുത്തിയുടെ മുമ്പില് അഹങ്കാരത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എഴുത്തെ പോലുള്ളവരെ ഞങ്ങളുടെ വീഴ്ചയിൽ ചിരിക്കും, പക്ഷേ ദൈവം ഞങ്ങളുടെ കൂടെയാ. സർ, നാളെ സാർ ജോയിൻ ചെയ്യാൻ പോകുമ്പോ ഞാനും കൂടി വരട്ടെ, ഒരു സന്തോഷത്തിന്. പിന്നെന്താ, നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.